ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഡെയിലി ഇൻകം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന അന്വേഷണമാണ് പലവിധത്തിലുള്ള ട്രേഡിങ്ങിലേക്കും ഇൻവെസ്റ്റേഴ്സിനെ നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ എല്ലാ സ്റ്റോക്ക് ട്രേഡിങ്ങും അല്ലെങ്കിൽ ഇൻഡെക്സ് ട്രേഡിങ്ങും ആയാലും അതെല്ലാം ഹൈലി റിസ്ക് നിറഞ്ഞതാണ്. നമുക്കറിയാം, F&O ആയാലും അതല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ആയാലും ഇതിലൊക്കെ ശക്തമായ റിസ്ക് ഇൻവോൾവ് ആണ്. എന്നാൽ റിസ്ക് ഫ്രീ ആയതും വളരെയധികം സുരക്ഷിതമായതുമായ ദിവസവും നമുക്കൊരു 2 മുതൽ 5% വരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതുമായ ഒരു സ്ട്രാറ്റജി ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായും അതിന് സഹായകമാകുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ETF ആണ്. ഓക്കെ, അപ്പോൾ ETF ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട വളരെ സേഫായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇവിടെ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ETF ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ETF എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ധാരാളം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ETFനെ പറ്റിയുള്ള മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും നമുക്ക് കിട്ടും. അപ്പോൾ അത് ETF എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ബ്രീഫായിട്ട് എന്താണ് ETF എന്ന് പറയാം. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഫണ്ടുകളാണ് യഥാർത്ഥത്തിൽ ETF എന്ന് പറയുന്നത്. ഇവ ഏതെങ്കിലും ഒരു ഇൻഡെക്സുകളെ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഉദാഹരണത്തിന് നിഫ്റ്റി 50 ഇൻഡെക്സ്, അതിൽ 50 സ്റ്റോക്കുകളാണുള്ളത് എന്ന് നമുക്കറിയാം. ഈ 50 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട്, ആ ഫണ്ടിൻ്റെ NAV അത് ഒരു പ്രൈസായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ETF ഉണ്ട്. ഇത് നിപ്പോൺ ഇന്ത്യ എന്ന് പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ETF ആണ്. ഈ ETF നിഫ്റ്റി ബീസ് എന്ന പേരിൽ ഇപ്പോൾ 237 രൂപയ്ക്ക് നമുക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ETF നിങ്ങൾ വാങ്ങിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളെ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഈ നിഫ്റ്റി 50യെ ട്രാക്ക് ചെയ്യുന്ന SBIയുടെ ETF ഉണ്ട്, ICICI ബാങ്കിൻ്റെ ETF ഉണ്ട്. അങ്ങനെ വിവിധ തരം AMCകളുടെ പല അസറ്റ് മാനേജ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെയൊക്കെ ETF നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ സ്റ്റോക്കുകളിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇൻഡെക്സിൽ മാത്രമല്ല, അസറ്റുകളിലും ETF ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോൾഡിൻ്റെ ETF ഉണ്ട്. ഇപ്പോൾ ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസിന് ആനുപാതികമായിട്ട് കൂടുകയും കുറയുകയാണ് ചെയ്യുക. ഇതേപോലെ സിൽവറിൻ്റെ ETF ഉണ്ട്. അതും അതേപോലെ ആ സിൽവറിൻ്റെ പ്രൈസിന് ആനുപാതികമായിട്ട് കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ നിഫ്റ്റിയിലെ മറ്റ് വിവിധ ഇൻഡെക്സുകളായിട്ടുള്ള ഈ IT ഇൻഡെക്സ്, അതായത് ഈ IT സ്റ്റോക്കുകളെ മാത്രം ഫോളോ ചെയ്യുന്ന ഇൻഡെക്സ്, അതുപോലെ ഫാർമ സ്റ്റോക്കുകളെ ഫോളോ ചെയ്യുന്ന ഫാർമ ഇൻഡെക്സ്, അതുപോലെ സ്മോൾ ക്യാപ്പ് 250 ടോപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളെ ഫോളോ ചെയ്യുന്ന സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് തുടങ്ങി വിവിധ ഇൻഡെക്സുകളിൽ അതേ വെയിറ്റേജിൽ നിക്ഷേപിച്ച് അതിൻ്റെ NAV ട്രാക്ക് ചെയ്യുന്ന ധാരാളം ETFകൾ നമുക്ക് ഈ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത് കാണാം. ഈ ETFകളൊക്കെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസിയുടെ കൃത്യമായ മേൽനോട്ടത്തിലുള്ള ലീഗലായിട്ടുള്ള ETFകളാണ്. വളരെയധികം സ്റ്റോക്ക് പോലെ തന്നെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ NSEയിൽ ഏകദേശം 185ഓളം ETF ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ETFകളുടെ വില സ്റ്റോക്കിൻ്റെ വില പോലെ തന്നെ ദിവസവും കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ഡിക്ലൈൻഡ് ആയിട്ട് ഉള്ള റേഷ്യോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, ഗോൾഡിൻ്റെ വില പലപ്പോഴും കൂടാറുണ്ട്, അതുപോലെ സിൽവറിൻ്റെ വിലയും പലപ്പോഴും കൂടാറുണ്ട്, അതേപോലെ കുറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ വിവിധ സെക്ടറുകളിലും വില കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അഡ്വാൻസ് സ്റ്റോക്കുകൾ ഉണ്ടാവും എല്ലാ ദിവസവും, അതുപോലെ ഡിക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും, അതുപോലെ വിലയിലൊരു മാറ്റവും ഇല്ലാതെ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡെയിലി ഫ്ലക്ച്വേഷൻ എല്ലാ ETFകളിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ ആണല്ലോ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഫ്ലക്ച്വേഷനാണ്. ഇപ്പോൾ ചെറിയ വിലയിൽ വാങ്ങുന്നു, വലിയ വിലയിൽ വിൽക്കുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ETFകളിൽ വില താഴുമ്പോൾ ആവറേജ് ചെയ്യുകയും പിന്നീട് ഓരോ ഉയർച്ചയിലും വിൽക്കുകയും ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നാം നിഫ്റ്റി ETF മന്ത്ലി സിപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലോങ് ടേമിൽ റിട്ടേൺ ലഭിക്കും. തീർച്ചയായും വേറെ നിഫ്റ്റി 50 എപ്പോഴും മുന്നോട്ട് തന്നെയാണല്ലോ പോകുന്നത്. ഇനിയിപ്പോൾ ഗോൾഡ് ആയാലും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാം ഫ്യൂച്ചറിൽ.
പക്ഷെ അതിനേക്കാൾ വലിയ റിട്ടേൺ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ആവറേജ് നിഫ്റ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് 12-14% ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതല്ല വേണ്ട, അതിൽ കൂടുതൽ റിട്ടേൺ വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ബെറ്റർ റിട്ടേൺ ഈ ട്രേഡിംഗ് രീതിയിൽ ലഭിക്കുമെന്നാണ് അതിൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഈ ട്രേഡിംഗ് രീതിയുടെ അടിസ്ഥാന കാര്യങ്ങൾ പറയാം. ഇപ്പോൾ പലതരം ETF സ്ട്രാറ്റജികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കൂടുതൽ സേഫ് ആയതും എന്നാൽ പ്രോഫിറ്റബിൾ ആയതുമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ ETF ആവറേജ് ചെയ്യുന്നതും സ്റ്റോക്കിൽ ആവറേജ് ചെയ്യുന്നതും വ്യത്യസ്തമാണ്. ഒരു സ്റ്റോക്ക് വാങ്ങുന്നു, സ്റ്റോക്കിൻ്റെ വില ഇടിയുമ്പോൾ നമ്മൾ വീണ്ടും വാങ്ങുന്നു, അങ്ങനെ ഓരോ ഡിപ്പിലും വാങ്ങുന്നു, അങ്ങനെ നമ്മുടെ ആവറേജ് ബൈങ് പ്രൈസ് കുറഞ്ഞു വരുന്നു. ഇതിനെയാണല്ലോ നമ്മൾ ആവറേജിങ് എന്ന് പറയുന്നത്. എന്നാൽ ഓരോ ഡിപ്പിലും നമ്മൾ വാങ്ങി അവസാനം ഈ സ്റ്റോക്ക് സീറോ ആയാൽ എന്ത് ചെയ്യും? അങ്ങനെ ആ സ്റ്റോക്ക് ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? നമ്മുടെ പണം മുഴുവനായിട്ട് നഷ്ടപ്പെടില്ലേ? എന്നാൽ ഇൻഡെക്സ് അങ്ങനെയല്ല. ഇൻഡെക്സിൽ അത് എന്ന് പറയുന്നത് സ്റ്റോക്കുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഇൻഡെക്സിൽ നിന്ന് അതിനെ പുറത്താക്കും, എന്നിട്ട് പുതിയ സ്റ്റോക്ക് അവിടെ ആഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് ഒരിക്കലും സീറോ ആകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ സ്റ്റോക്കിനേക്കാൾ എപ്പോഴും സേഫാണ് ഇൻഡെക്സ്. അപ്പോൾ ഗോൾഡും ഇതേപോലെയാണ്. അത് ലോങ് ടേമിൽ എപ്പോഴും മുന്നോട്ട് പോവുകയാണെന്ന് നമുക്കറിയാമല്ലോ. ഗോൾഡിൻ്റെ വില ചിലപ്പോൾ താഴും, ചിലപ്പോൾ ഉയരും, പക്ഷേ ആത്യന്തികമായിട്ട് അത് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇൻഡെക്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ നാം ETF മാത്രമല്ല വാങ്ങുന്നത്, വിവിധ തരം ഇൻഡെക്സുകളുടെ ETFകളും വാങ്ങുന്നുണ്ട്. അതായത് ETF തന്നെ ഒരു ഡൈവേഴ്സിഫൈഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വിവിധ ETFകൾ വാങ്ങുന്നതിലൂടെ നമ്മൾ വീണ്ടും ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അത്രമാത്രം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് അത്രമാത്രം സേഫ് ആയിരിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല ലിക്വിഡിറ്റി ഉള്ള അഥവാ നല്ല ട്രേഡിംഗ് വോളിയമുള്ള ETF മാത്രമേ നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ഞാൻ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ETFകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ഇതൊക്കെ ഒരു ആവറേജ് നല്ല വോളിയമുള്ള ETFകളാണ്, പോപ്പുലർ ആയിട്ടുള്ള ETFകളാണ്. ഇതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. കാരണം ലിക്വിഡിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് ETF-ൽ. നിങ്ങൾക്ക് നിങ്ങളുടേതായ പഠനം നടത്തിക്കൊണ്ട് വേണമെങ്കിൽ വേറെ നല്ല ലിക്വിഡിറ്റിയുള്ള അല്ലെ വോളിയുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ETF ഏതാണ് എന്നതല്ല ഇവിടെ വിഷയം, അതിൽ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു ഇൻഡെക്സിൽ നിന്നും ഒരു ETF മാത്രമേ ഉൾപ്പെടുത്താവൂ. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, നിഫ്റ്റി 50 ഇൻഡെക്സ് ETF-ൽ നമുക്ക് SBIയുടെ ഉണ്ടാവും, ICICIയുടെ ഉണ്ടാവും, നിപ്പോൺ ഇന്ത്യയുടെ ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയുടെയാണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നിഫ്റ്റി ബീസ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. എല്ലാ ആ സെക്ടറിൽ നിന്ന് നിഫ്റ്റി 50 സെക്ടറിൽ നമ്മൾ ഒറ്റൊരു ETF എടുക്കുന്നുള്ളൂ. ഇനി ഗോൾഡിൻ്റെ ആയാലും ആക്സിസ് ഗോൾഡ് ETF ഉണ്ട്, SBI ഗോൾഡ് ETF ഉണ്ട്, ICICI ഉണ്ട്, എല്ലാത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും നിപ്പോൺ ഇന്ത്യൻ്റെ ഇപ്പോൾ ഗോൾഡ് ബീസ് എന്ന് പറയുന്നതാണെങ്കിൽ അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിവിധ സെക്ടറുകളിൽ നിന്നാണ് നമ്മൾ ETF സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് ലിക്വിഡിറ്റി എത്ര ഉണ്ട് എന്ന് നമ്മളതിൽ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ETF സെലക്ട് ചെയ്യുന്നത്. ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒരു ദിവസം ഏറ്റവും ഡിക്ലൈൻഡ് ആയ അഥവാ 2% താഴ്ന്ന ETFകളിൽ ഏതാണോ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത് അതാണ് നമ്മൾ ആദ്യം വാങ്ങുക. നാളെ ഈ ETF താഴ്ന്ന ആൾ നാം വാങ്ങില്ല. അതുകൊണ്ട് നാളെ നമ്മൾ വേറെ 2% താഴ്ന്ന വേറൊരു ETF ആയിരിക്കും വാങ്ങുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു പോയിന്റ്. അതായത് 2% താഴുമ്പോൾ നമ്മൾ ഒരു ETF വാങ്ങുന്നു, അത് അവിടെ പോർട്ട്ഫോളിയോ ആഡ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ അടുത്ത അവസരത്തിൽ നോക്കുകയാണ്, വേറെ ETF 2% അടുത്ത ദിവസം താഴുകയാണെങ്കിൽ അത് വാങ്ങുന്നു, അത് നമ്മൾ പോർട്ട്ഫോളിയോയിൽ വെക്കുന്നു. ഇങ്ങനെയുള്ളൊരു ബൈയിങ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വേണ്ട ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് പ്രത്യേക പരിധിയൊന്നുമില്ല. അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് കൂടുക കുറയുകയും ചെയ്യാം. ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 1 ലക്ഷമോ ഇനിയല്ല 10 ലക്ഷം ഉണ്ടെങ്കിലും എത്രയായാലും ഈ പണം ഓരോ ETF-ലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊരു നിയമം ഫോളോ ചെയ്യണമെന്ന് മാത്രം. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്യാപിറ്റൽ 1 ലക്ഷമാണെന്ന് കരുതുക, 10 ETF-കളാണ് നിങ്ങൾ ട്രേഡിങ്ങിന് തിരഞ്ഞെടുത്തത് എന്നും കരുതുക. അപ്പോൾ 10,000 രൂപയാണ് നിങ്ങൾക്ക് ഒരു ETF-ൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക. എന്നാൽ ആ 10,000 ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. 5 പാർട്ടാക്കിയിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഒരു ടൈമിൽ നമ്മളൊരു ETF വാങ്ങുമ്പോൾ 2,000 രൂപയിൽ കൂടുതൽ ആ ഒരു ETF വാങ്ങരുത്.
അപ്പോൾ അടുത്ത 2000 നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ആവറേജിന് വേണ്ടിയിട്ട് നമ്മളവിടെ പെൻഡിങ്ങിൽ വെക്കും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ആ ഒരു ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി ഇതാണ്. ഇനി ഓരോ താഴ്ചയിലും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ ഹോൾഡിങ്ങിലുള്ള ഏതെങ്കിലും ETF നിങ്ങൾ വാങ്ങിച്ച പ്രൈസിനേക്കാൾ 5% ഉയരുന്നതായി കാണാം. അങ്ങനെ കാണുകയാണെങ്കിൽ അത് ഉടൻ തന്നെ നിങ്ങൾക്ക് സെൽ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാം. അതിനുശേഷം 2% താഴെ നിൽക്കുന്ന ഏതെങ്കിലും ETF ഉണ്ടെങ്കിൽ അത് വാങ്ങുകയും ചെയ്യണം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇല്ലാത്ത, യഥാർത്ഥത്തിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും നമുക്ക് വിൽക്കാൻ വേണ്ടി ETF ഉണ്ടായിരിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിൽക്കൽ മാത്രമായി പോകാൻ പാടില്ല, വാങ്ങിക്കൊണ്ടേയിരിക്കുകയും ചെയ്യണം. ഇങ്ങനെ ETF വാങ്ങുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ETF-ൻ്റെ ഒരു കട അല്ലെങ്കിൽ ഒരു ഷോപ്പ് നടത്തുന്നതിന് സമാനമായ പ്രവർത്തനമാണ് നടത്തുന്നത്. നിങ്ങളുടെ കടയിൽ 5% ലാഭത്തിൽ വിൽക്കാൻ തക്കവണ്ണം ഒരു ETF എപ്പോഴും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഷോപ്പിൽ ഈ സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ ഒഴിവാക്കാൻ നമ്മളെപ്പോഴും ETF വാങ്ങി സ്റ്റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ലൈഫ് ലോങ്ങിൽ ഒരു ETF ട്രേഡറായി മാറുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി നടപ്പിലാക്കാൻ വലിയ മാർക്കറ്റ് നോളജൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ വലിയ ടെക്നിക്കൽ അനാലിസിസ് ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നാം വാങ്ങിച്ച ETF-കൾ ഒരു എക്സൽ ഷീറ്റിൽ പ്ലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റിൽ നമ്മുടെ ഫോണിൽ പ്ലോട്ട് ചെയ്യുക, 2% ഡൗൺ ആകുന്നത് നോക്കി വാങ്ങുകയും 5% ഉയരുന്നത് നോക്കി വിൽക്കുകയും ചെയ്യാനുള്ള ആ ഒരു മിനിമം നോളജ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനിയിവിടെ പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ ഞാൻ ആവർത്തിക്കാം. ഒന്ന്, ഒരു ദിവസം 10 ETF-കൾ 2% താഴെ വന്നാലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ETF വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അടുത്ത ദിവസമാണ് വേറെ ETF വാങ്ങേണ്ടത്. ഇനി ഒരു ദിവസം 2% താഴെ ഒരു ETF വന്നില്ല എന്ന് കരുതുക, ആ ദിവസം നമ്മൾ വാങ്ങേണ്ട, നമുക്ക് നമ്മുടെ അവസരത്തിനായിട്ട് അടുത്ത ദിവസം കാത്തിരിക്കാം. അതേപോലെ നമ്മൾ വാങ്ങുമ്പോൾ കഴിയുന്നത് 3 മണിക്ക് ശേഷം വാങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം ആ ദിവസത്തെ ഫ്ലക്ച്വേഷൻ എല്ലാം കഴിഞ്ഞ ഒരു സ്റ്റെബിലിറ്റി ആ ETF-ൽ വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഈ ഒരു സ്ട്രാറ്റജി ഒരിക്കലും നമ്മൾ ഒരു സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. സ്റ്റോക്കുകളിൽ ആവറേജ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അത് ചിലപ്പോൾ ഒരു ഫോളിങ് നൈഫായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ ഈ ഒരു ആവറേജിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ഈ ഒരു സെല്ലിംഗ് സ്ട്രാറ്റജി, ട്രേഡിംഗ് സ്ട്രാറ്റജികൾ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.